നമുക്കിന്ന് നോമ്പ് തുറക്കാൻ നേരത്ത് പെട്ടെന്നൊരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഈ പുറത്തുനിന്ന് പണി കഴിഞ്ഞൊക്കെ വരുന്നവർക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പലഹാരമാണ്. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ലേശം കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് വാടട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് ഞാനിവിടെ 3 മീഡിയം സൈസിലെ ഉള്ളിയാണ് അരിഞ്ഞിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുക. അതിനി ഇളക്കി നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വഴണ്ടാൽ മതി. ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ പോയി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും വേണ്ട, 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഇത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. തക്കാളി സോസ് തോനെ ഒഴിക്കണ്ട, 1 ടീസ്പൂൺ മതി. നിങ്ങൾ ഉള്ളി മസാല ഉണ്ടാക്കുന്നതിന് അതിനനുസരിച്ച്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് റൗണ്ടിൽ മുറിച്ചെടുക്കാം. നമ്മൾ മസാല വെക്കുമ്പോഴത്തേക്ക് കോഴിമുട്ട അടുപ്പത്ത് വെച്ചാൽ മസാല വേകുമ്പോഴത്തേക്ക് മുട്ടയും വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ 2 മുട്ടയും റൗണ്ടിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൈദപ്പൊടി എത്ര എടുക്കണോ ആ അളവിന് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് 1 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാവിന് പാകത്തുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. മാവും പാലും മുട്ടയും എല്ലാം പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ കൈയിട്ട് മിക്സാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ജാറിലേക്ക് തന്നെ എല്ലാതും ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്താൽ മതി. ഞാനിത് മിക്സാക്കിയിട്ടാണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ജാറിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് മിക്സിയിൽ വെച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നമുക്ക് ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തും പെടുന്ന പോലെ പുരട്ടി കൊടുക്കാം.
ഇനി നമുക്ക് മിക്സാക്കി കൊണ്ടുവന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊരു ലേശം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ തന്നെ ഈ മസാലകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ മസാലയാണ് നമ്മൾ പപ്സ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കുന്ന മസാലയാണ്. പോള നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇനി നമുക്കിതിൽ നമ്മൾ മുറിച്ച് വെച്ച കോഴിമുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ മുട്ട നമ്മൾ വെന്ത് വരുമ്പോൾ ഇളകി വരാതിരിക്കാനാണ് അമർത്തി കൊടുക്കണം പറയുന്നത്. ഇതാ ഇപ്പം നമ്മളെ മുട്ട നല്ല ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ മേലോട്ട് ഈ ബാക്കിയുള്ള മാവ് കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെന്തിനാ ഒഴിച്ചു കൊടുക്കുന്നത് ചോദിച്ചാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ മുട്ട ഇളകി വരാതിരിക്കാനാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല ചൂടായ ഒരു ദോശച്ചട്ടിയുടെ മേലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. നമുക്കിനി ഇതൊരു മീഡിയം ലെവലിൽ കത്തിച്ച് ഒരു 15 മിനിറ്റ് വേകട്ടെ. മക്കളെ, അങ്ങനെ നമ്മുടെ പോള ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം വെച്ച് കമത്തി വെച്ചിട്ട് അടുത്ത സൈഡും കൂടി ഇതേപോലെ വേവിച്ചെടുക്കാം. ഇങ്ങനെ കമത്തിയെടുക്കാം നമുക്ക്. അയ്യോ കണ്ടില്ലേ? ഇനി ഈ സൈഡും കൂടി ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇനി പുറം സൈഡും കൂടി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് കൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ വെച്ച ടൈം കറക്റ്റ് വെന്തിട്ടില്ലെങ്കിൽ നമ്മളൊരു ഈർക്കിലോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കി അടിയിൽ വെന്തിക്കണമെന്ന് അറിയാൻ കഴിയും. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മുട്ടപ്പോള റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇങ്ങനെ വെച്ച് കമത്തിയെടുക്കാം. അയ്യോ കണ്ടില്ലേ എന്താ ഭംഗി. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് നോമ്പ് തുറക്കാനുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? കാണാൻ തന്നെ എന്താ ഭംഗി. അപ്പോൾ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റായിരിക്കും. ഒരു കഷ്ണം എടുക്കാം മുറിച്ചിട്ട്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ മുട്ട പപ്സ് കഴിച്ചതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് കണ്ടില്ലേ? ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നോമ്പ് തുറക്കേണ്ട സമയമൊക്കെ എല്ലാവരും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.